Assalamualaikum children. കഴിഞ്ഞ ക്ലാസ്സിലെ ഹോംവർക്ക് പ്ലാന്റൈൻ ഗ്രോ ആൻഡ് PTA മീറ്റിംഗ് ആൻസേഴ്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി സ്പോർട്സ് മീറ്റ്. ഇൻ ദ സബ് ഡിസ്ട്രിക്ട് സ്പോർട്സ് മീറ്റ് കണ്ടക്റ്റഡ് അറ്റ് മേരീസ് സ്കൂൾ. സബ് ഡിസ്ട്രിക്ട് സ്പോർട്സ് മീറ്റ് മേരിയുടെ സ്കൂളിൽ കണ്ടക്ട് ചെയ്യണം. 199 boys and 204 girls participated on the first day. ഫസ്റ്റ് ദിവസം 199 ബോയ്സും 204 ഗേൾസും സ്പോർട്സ് മീറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഓൺ ദ സെക്കൻഡ് ഡേ 31 other boys and 21 other girls also participated. രണ്ടാമത്തെ ദിവസം 31 ബോയ്സും 21 ഗേൾസും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഹൗ മെനി സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ സ്പോർട്സ് മീറ്റ് ഓൾ ടുഗദർ? എത്ര കുട്ടികൾ ആകെ സ്പോർട്സ് മീറ്റിൽ പങ്കെടുത്തു എന്നാണ് ചോദ്യം. ആൻസർ നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ഏത് പ്രോബ്ലം ആണെങ്കിലും ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ട് എന്ന് വേണം ആദ്യം നോക്കാൻ. ഇവിടെ നമുക്ക് ഫസ്റ്റ് ഡേ എത്ര ബോയ്സും ഗേൾസും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എത്ര ബോയ്സും എത്ര ഗേൾസും സെക്കൻഡ് ഡേ പാർട്ടിസിപ്പേറ്റ് ചെയ്തതെന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ടോട്ടൽ എത്ര പേര് ഫസ്റ്റ് ഡേയും സെക്കൻഡ് ഡേയും ആയിട്ട് പാർട്ടിസിപ്പേഷൻ ചെയ്തിട്ടുണ്ട് എന്നാണ് ക്വസ്റ്റ്യന്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് ഡേ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും എണ്ണം ആഡ് ചെയ്തിട്ട് വേണം സെക്കൻഡ് ഡേയിലേക്ക് പോകാൻ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡേ എത്ര പാർട്ടിസിപ്പേഷൻസ് ഉണ്ടായി എന്ന് ആഡ് ചെയ്ത് നോക്കാം. നമ്പർ ഓഫ് സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റഡ് വിത്ത് സ്പോർട്സ് മീറ്റ് ഓൺ ദ ഫസ്റ്റ് ഡേ 199 ബോയ്സ് അല്ലേ, അതും 204 ഗേൾസും തമ്മിൽ ആഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ 199 പ്ലസ് 204. ആദ്യം വൺസിൻ്റെ പ്ലേസിലുള്ളത് ആഡ് ചെയ്യുക. 9 പ്ലസ് 4 = 13. 13ൽ 3 വൺസിൻ്റെ പ്ലേസിൽ ഇട്ട ശേഷം 1 എന്നത് ടെൻസിൻ്റെ പ്ലേസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. 9 പ്ലസ് 1 10. 10ൻ്റെ കൂടെ 0 ആഡ് ചെയ്താലും 10 തന്നെയാണ് കിട്ടുക അല്ലേ. അപ്പോൾ ടെൻസിൻ്റെ പ്ലേസിൽ 0 ഇട്ട് 1 എന്ത് ചെയ്യുക, 100ൻ്റെ പ്ലേസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ 1 പ്ലസ് 1 2, 2 പ്ലസ് 2 4. അപ്പോൾ 403 ആണ് ആൻസർ. നമ്പർ ഓഫ് സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റഡ് ഓൺ ദ സെക്കൻഡ് ഡേ. സെക്കൻഡ് ഡേ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും എണ്ണം ആഡ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ സ്റ്റുഡൻറ്റ് സെക്കൻഡ് ഡേ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ടോട്ടൽ സ്റ്റുഡൻസിൻ്റെ നമ്പേഴ്സ് കിട്ടും. സെക്കൻഡ് ഡേ ബോയ്സ് 31ഉം ഗേൾസ് 21ഉം ആണ്. അങ്ങനെയാണെങ്കിൽ അത് രണ്ടും കൂടി ആഡ് ചെയ്യാണ് വേണ്ടത്. 31 പ്ലസ് 21 = 52. സ്പോർട്സ് മീറ്റിൽ പങ്കെടുത്ത ടോട്ടൽ കുട്ടികളുടെ എണ്ണം ഇനി നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ് അല്ലേ, എളുപ്പത്തിൽ. എങ്ങനെയാണ് ഇനി കണ്ടുപിടിക്കുക? ഫസ്റ്റ് ഡേയിലുള്ള കുട്ടികളുടെ എണ്ണവും സെക്കൻഡ് ഡേ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കുട്ടികളുടെ എണ്ണവും കൂടി ആഡ് ചെയ്യുക. ഫസ്റ്റ് ഡേ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കുട്ടികളുടെ എണ്ണം 403 പ്ലസ് സെക്കൻഡ് ഡേ 52 = 455. ഈ പ്രോബ്ലത്തിൽ തന്നെ വേറൊരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. ഹു ആർ മോർ ഇൻ നമ്പർ, ഗേൾസ് ഓർ ബോയ്സ്? ഗേൾസ് ആണോ ബോയ്സ് ആണോ പാർട്ടിസിപ്പേഷൻ ചെയ്തതിൽ കൂടുതൽ എന്നാണ് ചോദ്യം. നമ്പർ ഓഫ് ബോയ്സ് പാർട്ടിസിപ്പേറ്റഡ് ഓൺ ദ ഫസ്റ്റ് ഡേ പ്ലസ് നമ്പർ ഓഫ് ബോയ്സ് പാർട്ടിസിപ്പേറ്റഡ് ഓൺ ദ സെക്കൻഡ് ഡേ = ടോട്ടൽ ബോയ്സ്. അതുപോലെ നമ്പർ ഓഫ് ഗേൾസ് പാർട്ടിസിപ്പേറ്റഡ് ഓൺ ദ ഫസ്റ്റ് ഡേ പ്ലസ് നമ്പർ ഓഫ് girls participated on the second day = total number of girls.
അത് നമുക്ക് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് ബോയ്സ് ഈസ് ഈക്വൽ ടു 199 പ്ലസ് 31 ഈസ് ഈക്വൽ ടു 230. ടോട്ടൽ നമ്പർ ഓഫ് ഗേൾസ് ഈസ് ഈക്വൽ ടു 204 പ്ലസ് 21 ഈസ് ഈക്വൽ ടു 225. Boys 230, girls 225. There are more boys than girls. ഗേൾസിനേക്കാൾ ബോയ്സ് കൂടുതലാണ് അല്ലേ? നെക്സ്റ്റ് പ്രോബ്ലം. ഹൗ മെനി ഗ്രൂപ്പ്സ്? ആസ് പാർട്ട് ഓഫ് ദ സ്പോർട്സ് മീറ്റ് 269 coconuts were received from the LP section to make പായസം. സ്പോർട്സ് മീറ്റിൻ്റെ ഭാഗമായിട്ട് 269 കോക്കനട്ട്സ് LP സെക്ഷനിൽ നിന്ന് പായസം ഉണ്ടാക്കാനായി റിസീവ് ചെയ്തു. However, 162 more coconuts were received from the UP section than from the LP. UP സെക്ഷനിന്ന് റിസീവ് ചെയ്തത് LP സെക്ഷനിലേക്കാൾ 162 കൂടുതലാണ്. What should you do to find the total number of coconuts? Add the number of coconuts got from the LP section and the number of coconut got from the UP section. ടോട്ടൽ കോക്കനട്ട്സ് കാണുമെങ്കിൽ LP സെക്ഷൻ്റെയും UP സെക്ഷൻ്റെയും കോക്കനട്ട്സ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം അല്ലേ? വാട്ട് ഈസ് ദ നമ്പർ ഓഫ് കോക്കനട്ട്സ് ഗോട്ട് ഫ്രം ദ LP സെക്ഷൻ? 269. What is the number of coconuts got from the UP section? LPയേക്കാൾ 162 കൂടുതലാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ 269 പ്ലസ് 162 431. അങ്ങനെയാണെങ്കിൽ how will you find the total numbers of coconut? ആകെ LP സെക്ഷനും UP സെക്ഷനും കൂടി എത്ര കോക്കനട്ട്സ് ഉണ്ടാവും? LPയിൽ നിന്നും UPയിൽ നിന്നും റിസീവ് ചെയ്ത കോക്കനട്ട്സ് ആഡ് ചെയ്താൽ ടോട്ടൽ നമ്പർ ഓഫ് കോക്കനട്ട്സ് കിട്ടും അല്ലേ? അങ്ങനെയാണെങ്കിൽ ആഡ് 431 പ്ലസ് 269 ഈക്വൽ ടു 700. If the coconuts were put in groups of 100, how many groups? കോക്കനട്ട്സ് 100ൻ്റെ ഗ്രൂപ്പ് ആക്കുകയാണെങ്കിൽ എത്ര ഗ്രൂപ്പുകളായിരിക്കും 700 എന്ന് പറയുമ്പോൾ കിട്ടുക? യെസ്, 7 ഗ്രൂപ്പ്സ് ഓഫ് 100. ഇന്ന് ടീച്ചർ കാണിച്ചെന്ന എല്ലാ പ്രോബ്ലംസും നോട്ട് പുസ്തകത്തിലേക്ക് എഴുതുക. ഈ വിക്ടറി സെലിബ്രേഷൻ എന്നത് ഹോംവർക്കായിട്ട് നിങ്ങൾ നിങ്ങളുടെ നോട്ട് പുസ്തകത്തിലേക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.